ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളിലാട്ടോ. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് മുഴുവൻ ഞാൻ ചപ്പാത്തി പരത്തി വെച്ചേക്കണതാണ്. പരത്താനുള്ളതും ഉണ്ട്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ കുറച്ചങ്ങോട്ട് പരത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ബാലൻസ് ഉള്ളത് അപ്പോൾ പരത്താനുള്ള ഗ്യാപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കറിയായിട്ട് പിന്നെ ഞാൻ മുട്ട കുത്തി ഒഴിച്ചിട്ടുള്ള എളുപ്പപ്പണിക്കുള്ള കറിയാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. അപ്പോൾ ഞാൻ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് വെക്കേഷനാണുള്ളത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആവണനുസരിച്ച് കഴിക്കാൻ ഇവിടെ ആളും അടുത്ത് തന്നെ നിൽക്കണ്ട. അപ്പോൾ എനിക്കിത് ഇനി വേറെ കാസറോളിലേക്കൊന്നും ചുട്ട് വയ്ക്കേണ്ട ഇതില്ല. അവരെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഇത് കാസറോളിലാക്കേണ്ട ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ ഇതിൽ ഒട്ടും ഓയിലൊന്നും ചേർക്കാതെ വെറുതെ നമ്മുടെ ആട്ടമാവ് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചിട്ട് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ട്, ഇപ്പോൾ വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ച് സമയം നമ്മളിത് കുഴച്ച് വെച്ചേക്കണം. രാവിലെ തന്നെ ഇത് ഉണ്ടാക്കണതിന് 1 മണിക്കൂർ മുമ്പ് നമ്മളിതിങ്ങനെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇട്ടു കിട്ടും. അപ്പോൾ നമുക്ക് ഒട്ടും ഓയിൽ ചേർക്കാതെ തന്നെ ഇത് ചുട്ടു കൊടുക്കാം, കഴിക്കാനും നല്ലതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ കാണിക്കണത് ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയത് കേട്ടോ. പരീക്ഷണമൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്തു നോക്കിയ സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ ഞാനിവിടെ ഷൂട്ടൊക്കെ ചെയ്തു, പക്ഷേ ക്യാമറ ഓണാക്കാൻ മറന്നു പോയതുകൊണ്ട് അതൊന്നും ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ബാക്കി ആവണ ചോറുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കണ ഒരു ഇത് കണ്ട് ഞാൻ അതുപോലെ ചെയ്തു നോക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ചോറ്, നമ്മുടെ ബാക്കി വന്ന ചോറ്, പിന്നെ ഒരു എരിവിനനുസരിച്ച് 2-3 നമ്മൾ എടുക്കണ ചോറിനനുസരിച്ച് പച്ചമുളക്, നല്ല ജീരകം, ഉള്ളി, ഒരു 5-6 ഉള്ളിയും, ഞാൻ 2 പച്ചമുളകാണ് എടുത്തത്. പിന്നെ നല്ല കറിക്ക് അരയ്ക്കണ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, അതും കൂടി കൂട്ടി മിക്സിയിൽ അടിച്ചെടുത്ത മാവാണിത്. എന്നിട്ട് ഇത് നല്ല വെയിലത്ത് ഞാനൊരു കോട്ടൻ്റെ തുണിയാണ്, ടെറസിന് മുകളിലാട്ടോ ഇപ്പോൾ ഇത്. ചില സമയത്ത് എനിക്ക് തന്നെ തോന്നാറുണ്ട് എനിക്ക് നട്ടപ്രാന്താണോ എന്ന്. കാരണം നല്ല വെയിലത്താണ് ഞാൻ ഈ യക്ഷികളെ പോലെ, എൻ്റെ നിഴൽ മാത്രമേ ഇപ്പോൾ ഇതിൽ കാണുന്നുള്ളൂ നിങ്ങൾ. അതുപോലത്തെ വെയിലാട്ടോ. സമയം 10 മണി ആവണേ ഉള്ളൂ, പക്ഷേ വെയിലിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇത് നല്ല വെയിലത്ത് ചെയ്യേണ്ട പണിയുമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഷൂട്ട് ചെയ്യുകയും വേണം. എല്ലാം ആയിട്ട് വരുമ്പോൾ സമയം പോയി അത്ര നേരമായതാട്ടോ. ഇത് രാവിലെ തന്നെ ചെയ്യുകയാണെങ്കിൽ വെയിൽ മൂക്കണതിന് മുമ്പ് നമുക്കിത് കൊണ്ടുപോയി തുണി വിരിച്ചിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചിട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോരാം. പിന്നെ വെയിൽ വരുമ്പോൾ അത് അവിടെ കിടന്ന് ഉണങ്ങിക്കോളും. അപ്പോൾ നമ്മൾ ആ അരച്ചെടുത്ത മാവിനെ ഞാൻ എന്നിട്ട് എളുപ്പത്തിന് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതാണ്. എന്നിട്ട് അത് ഇതുപോലെ തുണിയിലേക്ക് ഇങ്ങനെ കോലം വരച്ച പോലെ ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ എല്ലായിടത്തും വെച്ചിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി പോന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ 2 ദിവസം ഉണ്ട് ഇത് നല്ല വെയിലായതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ വേണ്ടി വരുമായിരിക്കും ഉണങ്ങാൻ. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ആദ്യത്തെ ദിവസം തന്നെ നന്നായിട്ട് ഉണങ്ങി. ഇത് ഞാനിപ്പോൾ ഒരു 5 മണി സമയത്താണ് ഇത് എടുക്കണത്. 5 മണിയായിട്ടും വെയിലിന് ഒരു കുറവുമില്ല കേട്ടോ. അതിങ്ങനെ തന്നെ എടുത്തുകൊണ്ടുപോയി ഞാൻ താഴെ വെച്ചു. പിന്നെ പിറ്റേ ദിവസവും അതുപോലെ തന്നെ വെയിലത്തിട്ട് വീണ്ടും ഉണക്കിയെടുത്തു. ഇതിപ്പോൾ 3-ാമത്തെ ദിവസമായിട്ട് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഉണക്കൊക്കെ കഴിഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ആ ഒഴിച്ച ഷേപ്പിൽ തന്നെ നമുക്കിതിങ്ങോട്ട് ഈ തുണിയിൽ നിന്ന് ഇങ്ങനെ ഈ തുണി ഇതുപോലെ കൂട്ടി വെള്ളത്തിൽ മുക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ആ തുണിയിൽ നിന്ന് നമ്മൾ ഈ മാവ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒഴിച്ച ഷേപ്പിൽ തന്നെ ഇങ്ങോട്ട് വരണം. പക്ഷേ ഞാനിത് വച്ചിട്ട് എൻ്റെതിന് ഒരു ഷേപ്പ് ഇങ്ങനെ പുരാന്ന് വിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാനിനി അത് വെള്ളത്തിൽ നനയ്ക്കാനും കൂടി എനിക്ക് പേടിയായിട്ട് ഞാൻ നനച്ചില്ല. ഞാനത് ഇതുപോലെ തന്നെ കുറച്ച് ഇങ്ങോട്ട് പറിച്ചെടുത്തു. ഫ്രൈ ചെയ്ത് നോക്കാം ഇത് എങ്ങനെയാണ് ഫ്ലോപ്പായോ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ശരിയായിട്ടില്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം, ശരിയായിട്ടുണ്ടെങ്കിൽ തുണി നനച്ചിട്ട് ബാക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് വറുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വറുത്തപ്പോൾ നന്നായിട്ട് തന്നെ വീർത്ത് വന്നു കേട്ടോ. ഇതിങ്ങനെ പൊരാന്ന് ആയി പോയെങ്കിലും ഇത് നേരെ ഇങ്ങനെ ഒരു നമ്മൾ ആ ഒഴിച്ച ഷേപ്പിൽ തന്നെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ പക്കവടയൊക്കെ ഉണ്ടാക്കിയ പോലെ കിടക്കും. ഇതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയിട്ടാണ്. പക്ഷേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ്. ഞാൻ ഫ്ലോപ്പായി എന്ന് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു, പക്ഷേ ഒട്ടുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ചായയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാം. ആ പച്ചമുളകിൻ്റെ എരിവും ഉള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും ഈ കാണാനൊരു ലുക്കില്ലാന്നേ ഉള്ളൂ എന്ന് പറയൂലേ, അതുപോലെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് നല്ല സന്തോഷമായി. അപ്പോൾ ഫ്ലോപ്പ് ആയില്ലല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ അത് ഫ്രൈ ചെയ്തത് എടുത്ത് വെച്ചിട്ട് ബാക്കി ഇനി വെള്ളം തുണി നനച്ചിട്ട് ബാക്കി വലിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ആർക്കായാലും ചെയ്തു വെക്കാം. ചോറ് ബാക്കിയായി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം.
പിന്നെ ഞാനിത് നല്ല പോലെ ഒരു ദിവസം ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോ പറ്റുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനത് ചെടികൾ നനയ്ക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു മണി പ്ലാന്റ് ആയിരുന്നു. ഈ വെയിലിൻ്റെ ശക്തിയും കൊണ്ട് അതിൻ്റെ ഇലകളൊക്കെ അതേ അവിടെ ഇവിടെയൊക്കെ കരിഞ്ഞു തുടങ്ങി. എന്നാലും അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ അതിൻ്റെ കുറച്ച്. അപ്പോൾ ഇനി അത് കുറച്ച് മാറ്റി വെള്ളത്തിലിട്ട് വേറെ വേര് പിടിപ്പിച്ചെടുക്കണം. അങ്ങനെ ചെടികളുടെയൊക്കെ അടുത്തേക്ക് ഇറങ്ങിയതാണ്, ചെടികളൊക്കെ നനയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് കൊണ്ടാട്ടത്തിൻ്റെ ശരിക്കും പകുതി വീഡിയോയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് നമുക്കിനി ഒരു ദിവസം ശരിക്കും ചെയ്തു നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.